നല്ല ക്ലീനായി എല്ലാവരും കാണണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു ഹാപ്പി പൊങ്കൽ. കുറേ ദിവസമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇന്നിപ്പം പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. നമ്മളുടെ സ്ഥലം നമ്മൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. രാവിലെ നല്ല മഞ്ഞുണ്ട്, അപ്പോൾ ഒരു നല്ലൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ആ ജോലിയിലേക്ക് കിടക്കുവാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് പറമ്പ് വളരെ ക്ലീനായിട്ട്, അതായത് ഒരു പാമ്പോ ഒരു പഴുതാരയോ ഒരു പാറ്റയോ ഒന്നും ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് എന്ത് ജോലിയും ചെയ്യാൻ, രാത്രിയിലും ഇറങ്ങി ധൈര്യമായിട്ട് നിൽക്കാം. എങ്ങനെ വെക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പൊങ്കൽ പ്രമാണിച്ച് മാട്ടുപൊങ്കൽ എന്ന് പറയും. മാട്ടുപൊങ്കൽ എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമാണ്. പശു, ആട്, അങ്ങനെയുള്ള മൃഗങ്ങളുണ്ടല്ലോ, നാൽക്കാലികൾക്ക് ഇത് കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ മാട്ടുപൊങ്കൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് പ്രമാണിച്ചാണ് ചൂലൊക്കെ എടുത്ത് നമ്മൾ കുടിക്കുന്നത് ഇതുപോലുള്ള സാധനമൊക്കെ വളരെ നീറ്റായിട്ട് നമുക്ക് ഏത് രാത്രിയിൽ ഇറങ്ങി നിൽക്കാം, ഒരു പ്രശ്നമില്ല. ഇതിപ്പം ഫുള്ളായി. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴിക്കൊക്കെ എന്നോട് ഭയങ്കര കടുപ്പില്ല. കാരണം അതിന് കരിയിലുണ്ടല്ലേ ഒന്ന് ചകയാൻ പറ്റത്തുള്ളൂ. എല്ലാം ഞാൻ തൂത്തുവാരി കളഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ 1 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും ക്ലീൻ ആയില്ലേ സ്ഥലം. ഇത് നമ്മുടെ ഒരു പറമ്പാണ്. ഇതല്ലേ ഈ മാങ്ങായും തേങ്ങായും മീനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ആ കരിയില മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഓടി കളിക്കാനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ ആണെങ്കിലും നമുക്കും ഇഴജന്തുക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇന്ന് വാച്ച്മാൻ പൊങ്കലായതുകൊണ്ട് വാച്ച്മാൻ ലീവിലാണ്. അപ്പോൾ ആ സമയത്താണ് ഞാനിപ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്തത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളും കൂടെ ഇറങ്ങി ജോലി ചെയ്തെങ്കിലേ വാച്ച്മാൻ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നതെന്ന് വാച്ച്മാൻ്റെ കഷ്ടപ്പാടും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാച്ച്മാൻ വന്ന് നോക്കുമ്പോൾ അയാളെന്ന് വിചാരിക്കുമോ ഞാനില്ലെങ്കിലും സാറിത് ചെയ്യും എന്നുള്ളൊരു ധാരണ, 2 പേർക്കുള്ളിൽ ഒരു ധാരണ ഉണ്ടാകും. നമ്മൾ അവർ ചെയ്യുന്ന ജോലി നമ്മൾ ഇറങ്ങി ചെയ്തെങ്കിൽ നമ്മൾക്ക് അവരുടെ ജോലി എത്ര ബുദ്ധിമുട്ടുണ്ട്
അത് അയാൾക്ക് നമ്മൾ എടുക്കാൻ പറ്റാത്ത കൂടുതൽ ലോഡ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പുള്ളി എന്നോട് പറഞ്ഞു 2-3 മണിക്കൂർ 4 മണിക്കൂർ വേണം സാർ ഇത് ഫുള്ളാ ക്ലീൻ ചെയ്യണം. Can I be your star tonight? You fill my soul with light the day we met. I don't wanna leave your side, no. Have me by your side when the sun sets. I hope you'll still want me. I hope you'll still need me 1,000,000 years from now. The seasons are changing, the nights ever fading. It's time we left the ground. Let's leave for an eternity. Let's sail across the lights beyond the sky. I'll be with you eternally. I'm an addict for your love. It keeps me high, keeps me high. Can I be your star tonight? You fill my soul with light the day we met. I don't wanna leave your side, no. Have me by your side when the sun sets. I hope you'll still want me. I hope you'll still need me 1,000,000 years from now. The seasons are changing, the nights ever fading. It's time we left the ground. Let's leave for an eternity. We'll sail across the lights beyond the sky. I'll be with you eternally. I'm an addict for your love. It keeps me high, keeps me high. അപ്പം നമ്മുടെ ക്ലീനിങ് പരിപാടി അവസാനിച്ചു. ഇത് കണ്ടോ ഈ കോഴിയെ ഞാൻ കൊണ്ടുവരുമ്പോഴേ അതിൻ്റെ കാല് ഭയങ്കര വികലാംഗനായിരുന്നു കേട്ടോ. പക്ഷെ വളരെ കുഞ്ഞിൽ വാങ്ങിച്ചല്ല, എന്നിട്ട് അതിനെ അറിഞ്ഞുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നതാണ്, കാല് വയ്യാത്തത് കൊണ്ട്. എന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വളരെ കുഴപ്പമില്ല. നല്ല ക്ലീനായി സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അവിടെ കത്തിച്ച് കളഞ്ഞ് നമ്മൾ ഇത്രയും ക്ലീനായിട്ട് ചെയ്തേക്കണ്ടോ, പറമ്പ് കിടക്കുന്നുണ്ട്, എത്ര അടിപൊളിയായിട്ട് കിടക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ഇപ്പോൾ രാവിലെ ഞാൻ എക്സസൈസിന് പോകുന്നതാണ്. പക്ഷേ ഇന്നിവിടെ വാച്ച്മാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇറങ്ങി ക്ലീൻ ചെയ്ത് ഒരു എക്സസൈസും കൂടെ ആയിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ പറമ്പ് കിടക്കുന്നുണ്ട് ഇത്ര ക്ലീനായിട്ട്. ഇവിടെ പിന്നെ ഞങ്ങൾ കപ്പയൊക്കെ ഇടുന്ന ഇങ്ങനെ സീസൺ നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ. ചുമ്മാ പറിക്കുന്ന കപ്പ അന്നേരം തന്നെ വെട്ടി അന്നേരം തന്നെ തണ്ട് അങ്ങ് ഇട്ട് വിടുക. ഇതുണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ സമയം നോക്കിയോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. അതുകൊണ്ട് എപ്പോഴും ഇവിടെ കപ്പയുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കപ്പ തിന്നാം. ഇവിടെ ഏതാണ് ഈ മൈലാഞ്ചി ഉണ്ടല്ലോ പൂത്തിട്ട് ഭയങ്കര സ്മെല്ലാണ്. ഇതിന് നല്ല മണമാണ് ഈ മൈലാഞ്ചിക്ക്. ഇതുണ്ട് പൂത്ത് നിൽക്കും. ഇവിടെ മുഴുവൻ നല്ല വാസനയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ചെന്നൈയിലാണ് ഇങ്ങനെ ഒരു സംരംഭം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഞാൻ 2 കമുകൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വരത്തില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് വെച്ച കമുകാണ്. ഇതുണ്ട്, മംഗള കമുകാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഇത് പാക്കുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ. എല്ലാവരും കാണണം. നന്ദി, നമസ്കാരം.